നിങ്ങൾക്കത് മനസ്സിലാവില്ല. കാര്യം എന്താണെന്നറിയോ? പിണറായി വിജയൻ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഒരാളെ അയാളുടെ മുമ്പിൽ പൂജ ഭക്തി ബഹുമാനങ്ങളോട് നിൽക്കുക. പിണറായിയെ ബഹുമാനിക്കണം. ലെനിൻ അങ്ങനെയാണ്, കാൽമാക്സ് അങ്ങനെയാണ്, എംഗൽസ് അങ്ങനെയാണ്. എന്തിന്? ജീവിച്ചിരിക്കുന്ന നോർത്ത് കൊറിയയിലെ കിം ജോൺ ഉന്നും അങ്ങനെയാണ്. നിങ്ങൾ വിശ്വാസികളല്ല, പക്ഷേ ഏറ്റവും ഭീകരന്മാരാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ലോകത്തിലെ നവോത്ഥാന ശ്രമങ്ങളിൽ മതമുണ്ട്. കേരളം നിങ്ങൾ എടുത്തോ, ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിന്റെ നവോത്ഥാന നായകനാണോ? വിശ്വാസിയാണ്, മതവിശ്വാസിയാണ്, ജാതിയിൽ വിശ്വസിക്കുന്നയാളാണ്. മന്നത്ത് പത്മനാഭൻ കേരളത്തിന്റെ നവോത്ഥാന നായകനാണോ? മതമാണ്, വിശ്വാസമാണ് ആ മനുഷ്യനെ നവോത്ഥാനത്തിന് പ്രേരിപ്പിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ, KM സിദി സാഹിബിനെ. ഏത് മതത്തെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ഇനി മതമില്ലാത്തവന്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾ ലോകത്ത് കാണിക്ക്. ബോസ്നിയ, ചെസ്നിയ, ചൈന, റഷ്യ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ടിയാൻമെൻ സ്ക്വയർ മക്കത്തല്ല, സൗദി അറേബ്യയിലല്ല, കുവൈറ്റിലല്ല, മിഡിൽ ഈസ്റ്റിലല്ല. ടിയാൻമെൻ സ്ക്വയർ നേപ്പാൾ എന്ന ഹിന്ദു രാജ്യത്തല്ല. ടിയാൻമെൻ സ്ക്വയർ റോമിലല്ല, കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യഹത്യ നടത്തിയത്, കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നത് ഈ നാസ്തികരാണ്, മതവിശ്വാസികളല്ല. ക്രിസ്തുമതം കൊന്നിട്ടില്ല, ഇസ്ലാം കൊന്നിട്ടില്ല, ഹൈന്ദവ മതം കൊന്നിട്ടില്ല. ഇവരാണ് കൊന്നത്. ഈ നാസ്തിക സമൂഹമാണ്. നിങ്ങള് കേരളത്തിൽ വരുമ്പോ പോയി നോക്കേണ്ട സ്ഥലമാണ് കംബോഡിയ എന്ന് പറയുന്നത്. പോൾപോട്ടാണ് ഭരിച്ചത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. 70കളിലാണ് മനുഷ്യൻ മരിച്ചു പോകുന്നത്. അവിടെ കില്ലിംഗ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയാൽ നിങ്ങളുടെ ചെവിയിൽ ഒരു മെഷീൻ പിടിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പോവുക. 4 നിലയുള്ള ബിൽഡിങ്ങില് മനുഷ്യന്റെ തലയോട്ടികൾ അടുക്കി വെച്ചിട്ടുണ്ട്. പോൾപോട്ട് കൊന്ന മനുഷ്യരുടെ എല്ലാ തലയോട്ടിയും നിങ്ങൾ പരിശോധിച്ചോളൂ. ഇവിടെ ഒരു പൊട്ടുണ്ടാകും. പോൾപോട്ട് മഴുകൊണ്ട് അടിച്ചിട്ടാണ് ആളുകളെ കൊല്ലുക. അവിടെ കില്ലിംഗ് ട്രീ ഉണ്ട്. തൊട്ടപ്പുറത്ത് ഉമ്മയെ, അച്ഛനെ, അമ്മയെ ഇരുത്തും. പിഞ്ചു കുഞ്ഞുങ്ങളെ കാല് പിടിച്ച്. ഇത് 13ാം നൂറ്റാണ്ടിലും 14ാം നൂറ്റാണ്ടിലും അല്ല, 970കളിലാണ് പോൾപോട്ട് മരിക്കുന്നത്. 60കളിൽ, 50കളിൽ, 40കളിൽ, 30കളിൽ മനുഷ്യരെ കൊന്നത് നിങ്ങളല്ലേ, ഈ പറയുന്നവരല്ലേ? എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് മതമില്ലാതെ ജീവിക്കുന്നത് സമാധാനം ഉണ്ടാക്കുമെന്ന്. വിശ്വാസിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം നേടണമെങ്കിൽ മാർഗവും നന്നാവണമെന്നതാണ്. അതാണ് ഇന്ത്യയെ. ഞാൻ ഒരൊറ്റ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ വിശ്വാസത്തെ എതിർക്കാൻ വരുന്നവരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യയുടെ പ്രശ്നത്തെ ഇവർ പഠിച്ചിട്ടില്ല. വിശ്വാസത്തിന്റെ പ്രശ്നത്തെ തൊഴിലാളി മുതലാളിയും തമ്മിൽ മാത്രമുള്ള 2 കെട്ടുപാടി നിൽക്കാവുന്നതല്ല മനുഷ്യൻ. അവിടെ നിന്നൊക്കെ മനുഷ്യൻ ഒരുപാട് പോയി. ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം മതത്തിന്റെ സ്പിരിച്വൽ സൈഡാണ്, ആത്മീയ വശമാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, അതെന്താണെന്നറിയോ? മതത്തിന്റെ രാഷ്ട്രീയമാണ്. മതം നോക്കിയാണ് ഈ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ ആളെ കൊല്ലുന്നത്. ഇന്ത്യ കണ്ട എല്ലാ കലാപങ്ങളുടെയും പിറകിൽ മതമുണ്ട്. ബാലഗോപാലൻ അറിയോ? എല്ലാ കലാപങ്ങളുടെ പിറകിലും മതമുണ്ട്. എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്നല്ലേ ഈ മനുഷ്യൻ പറഞ്ഞത്? എന്നാൽ ബാലഗോപാലിനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇഹ്സാൻ ജാഫ്രി അറിയുമോ? ഇഹ്സാൻ ജാഫ്രി ഒരു വലിയ, ചെറുതല്ല, വലിയ സമ്പന്ന കുടുംബത്തിൽ പിറന്ന മനുഷ്യൻ, ഇന്ത്യയുടെ പാർലമെന്റ് മെമ്പറായ മനുഷ്യൻ, പാർലമെന്റ് മെമ്പർ, വലിയ കുടുംബത്തിൽ പിറന്നയാള്, ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ മനുഷ്യൻ ഇഹ്സാൻ ജാഫ്രി. അതുമാത്രമല്ല, BJPയോട് ചേർന്ന് നിൽക്കുന്ന ബോറ കുടുംബത്തിലെ അംഗം. പ്രിയപ്പെട്ട ബാലഗോപാല, ഇഹ്സാൻ ജാഫ്രിയുടെ വയറ് നിറയാതിരുന്നിട്ടില്ല. എരിയുന്ന പൊരിയുന്ന വയറായിരുന്നില്ല ഇഹ്സാൻ ജാഫ്രിയുടെ പ്രശ്നം. ഇഹ്സാൻ ജാഫ്രിയുടെ മതമായിരുന്നു. ഇഹ്സാൻ ജാഫ്രി മുസ്ലിമായിരുന്നു. ആ മനുഷ്യനെയാണ് ചുട്ടുകൊന്നത്. മതം നോക്കിയിട്ടാണ് റിയാസ് മൗലവിയെ കൊന്നത്. മതം നോക്കിയിട്ടാണ് കൊടിഞ്ഞി ഫൈസലിനെ കൊന്നത്. മകൻ നോക്കിയിട്ടാണ് അഖലാഖിനെ കൊന്നത്.
മതം നോക്കിയിട്ടാണ് NRCയിൽ നിന്ന് മുസ്ലിങ്ങളുടെ പേര് വെട്ടിമാറ്റുന്നത്. മതം നോക്കിയിട്ടാണ് ഹിമന്ത് ബിശ്വ ശർമ്മ മുസ്ലിങ്ങളെ ആക്രമിക്കണമെന്ന് സംഘപരിവാരത്തിന് ആഹ്വാനം ചെയ്യുന്നത്. മതം നോക്കിയിട്ടാണ് CAA നടപ്പിലാക്കുന്നത്. മതം നോക്കിയിട്ടാണ് ബാബരി പള്ളി പൊളിച്ചത്. മതത്തിന്റെ പേരിലാണ് വെള്ളാപ്പള്ളി തോന്നിവാസം പറയുന്നത്. മതത്തിന്റെ പേരിലാണ് ശശികല സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ പേരിലാണ് ഒരു ന്യൂനപക്ഷത്തെ ആക്രമിക്കാൻ വഖഫ് ഭേദഗതി കൊണ്ടുവന്നത്. പിന്നെ എങ്ങനെയാ മതം പ്രശ്നമില്ല എന്ന് പറയാ? ഏതു വശത്തിലാണ് മതം പ്രശ്നമല്ലെന്ന് പറയാ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ വിവേചനം നടക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസും ലീഗും അല്ല, അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളാണ്. തീരുന്നില്ലല്ലോ സജി ചെറിയാനെ. നിങ്ങൾ അവസാനം പറഞ്ഞ വാക്കും ജയിച്ച സ്ഥാനാർത്ഥികളുടെ മതം നോക്കിയിട്ടല്ലേ? മിസ്റ്റർ ചെറിയാൻ, എന്താണ് സജി ചെറിയാൻ, നിങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തിൽ ജയിക്കുന്നത് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. അത് കുഴപ്പമെന്ന് ഞാൻ പറയണില്ല. കോട്ടയത്തെ ക്രിസ്ത്യാനികളെ ഉണ്ടാവൂ, ആലപ്പുഴയിലെ ചില മണ്ഡലങ്ങളിൽ ക്രിസ്ത്യാനിയെ ഉണ്ടാവൂ, മലപ്പുറത്ത് മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം ഉണ്ടാവുക. ഇതൊക്കെ ഒരു കോമൺ സെൻസ് അല്ലേ? ജനസംഖ്യാനുപാതിക സഭകളിൽ അവരല്ലേ ഉണ്ടാവുക. പക്ഷേ ചെറിയാൻ, നിങ്ങൾ അവസാനം സംസാരിച്ചതും മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണ്, മതമെന്ന് പറഞ്ഞിട്ടാണ്. രണ്ടാമത് ആക്ഷേപിക്കാനെടുത്ത ഒരു ശ്രമം കാര്യങ്ങള് നഷ്ടപ്പെട്ടു പോയത്. ഏത് നഷ്ടപ്പെട്ടു പോയത്? പിടിച്ചു വാങ്ങുന്നല്ല കേട്ടോ, നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാനാണ് ഭരണം എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് സച്ചാർ കമ്മീഷൻ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുഡീഷ്യൽ കമ്മീഷനാണ്. സച്ചാർ കമ്മീഷൻ എന്താ പറഞ്ഞെന്നറിയോ? പശ്ചിമ ബംഗാളിൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ച ബംഗാളടക്കം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് തിരിച്ചു പിടിക്കും. കേരളത്തിൽ സച്ചാർ കമ്മീഷൻ കൊണ്ടുവന്നപ്പോ VS അച്യുതാനന്ദൻ അതിന്റെ പേര് മാറ്റി പാലൊളി കമ്മിറ്റിയാക്കി. ലീഗ് നിയമസഭയിൽ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ പാലൊളി കമ്മിറ്റിയാക്കിയത്? നിയമസഭയുടെ രേഖയിലുണ്ട് VSന്റെ മറുപടി. നഷ്ടപ്പെട്ടു പോയ അവകാശം മുസ്ലിങ്ങൾക്ക് തിരിച്ചു കിട്ടിയ പോരെ. പേരിൽ എന്താണ് കാര്യം എന്നാണ്. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊടുക്കുക എന്നത് ഒരു ഭരണഘടനാപരമായ ഒരു പ്രക്രിയയാണ്. അതിലെവിടെ കുഴപ്പമുണ്ടാവുക? ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങളോട് സ്നേഹപൂർവം. ഈ പറയുന്നിടത്ത് അതെങ്ങനെ ഒരു കുഴപ്പമെന്ന് പറയാം? ഇതിലെവിടെയാ മറ്റൊരു മതത്തെ ആക്ഷേപിച്ചുള്ളത്? ഞാൻ പിണറായി വിജയനെ വെല്ലുവിളിക്കാനൊന്നും നിൽക്കണില്ല. പക്ഷേ അദ്ദേഹത്തിന് കുറെ ഇതൊക്കെ എഴുതി കൊടുക്കുന്ന ആൾക്കാരില്ലേ, അവരെ കൂട്ടിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു തെരുവിൽ വന്ന് 100 അല്ല 1000 സഖാക്കളെ കൊണ്ടുവന്നാലും ഞാൻ വന്നാ മതി. എന്റെ വാക്കുകൾക്ക് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ തർക്കിക്കട്ടെ. ഇതാ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയണത്.